നമസ്കാരം. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ എന്നെ ഏറെ ആകർഷിച്ച ഒരു കഥാപാത്രമായിരുന്നു നീലി. പ്രണയവും പ്രതികാരവും ഇഴകലർത്തി ഒരു ദേശത്തെ വിറപ്പിച്ച് ഒടുവിൽ പനയന്നാർക്കാവിലടങ്ങുന്ന രക്തദാഹിയായ കള്ളിയങ്കാട്ട് നീലി. സമയം രാത്രി 10 മണി. ദൂരെ പട്ടികൾ ഓരിയിടുന്ന ശബ്ദവും ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ നേരിയ വെളിച്ചവും മാത്രം. പഞ്ചവൻകാട്ടിലൂടെ പുൽവനയിലേക്ക് പോകുന്ന വഴിയിലൂടെ കുമാരൻ തന്റെ ചൂട്ടുകെട്ടയുടെ അരണ്ട വെളിച്ചത്തിൽ പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. കള്ളിമുൾച്ചെടികളും കരിമ്പനകളും കാറ്റിൽ പതിയെ ഇളകിയാടാൻ തുടങ്ങുന്നു. ഏതൊക്കെയോ കൊമ്പുകളിലിരുന്ന് എന്തോ കണ്ടു ഭയന്നതുപോലെ കൂമൻ മൂളിക്കൊണ്ടിരിക്കുന്നു. പഞ്ചവൻകാട്ടിലൂടെ രാത്രിയിൽ പോകുവാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചവരെ വെല്ലുവിളിച്ചിറങ്ങിയ സമയത്തെ ശപിച്ചുകൊണ്ടും പതറുന്ന മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ടും കുമാരൻ പഞ്ചവൻകാട്ടിലേക്ക് പ്രവേശിക്കുന്നു. കരിമ്പനയ്ക്ക് സമീപം ഇണചേർന്നു നിന്നിരുന്ന ഇല്ലിത്തുറകൾ എന്തോ സന്ദേശം കൈമാറുന്നതുപോലെ ഒരു സിൽക്കാര ശബ്ദം മുഴക്കുന്നു. കാറ്റിലണയാൻ പോയ ചൂട്ടുകറ്റ കുമാരൻ വായുവിൽ കൂടുതൽ ശക്തിയോടെ വീശി തെളിച്ചു നോക്കുമ്പോൾ അതാ മുൻപിൽ വെളുത്ത സാരി ഉടുത്ത ഒരു സുന്ദരിയായ സ്ത്രീരൂപം. പാലപ്പൂവിന്റെ സുഗന്ധവുമായി വശ്യസൗന്ദര്യത്തിന്റെ മൂർത്തീഭാവമായി നിൽക്കുന്ന ആ സുന്ദരിയെ കാണുന്നതോടെ കുമാരൻ താൻ പഞ്ചവൻകാട്ടിലാണെന്നുള്ളതും മറന്ന് ആ സുന്ദരിയുടെ സമീപത്തേക്ക് കൂടുതൽ അടുക്കുന്നു. ശൃംഗാരഭാവത്തിൽ ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് ചോദിക്കുന്ന ആ സുന്ദരിക്കായി ചെല്ലം തുറന്നു തിരിയുന്ന കുമാരൻ ഞെട്ടിത്തരിക്കുന്നു. സുന്ദരിയായ സ്ത്രീരൂപം പെട്ടെന്ന് ആകാശം മുട്ട വളർന്ന് രക്തമീറ്റുന്ന ദംഷ്ട്രകളും രക്തനിറമായി നിലത്തോളം മുട്ടുന്ന നാക്കും ഗുഹ പോലെയുള്ള വായും തീപ്പൊരു ചിതറുന്ന വട്ടക്കണ്ണുകളുമായി കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയായി മാറുന്നു. പന പോലെയുള്ള യക്ഷിയുടെ കൈകൾ കൊണ്ട് കുമാരനെ എടുത്തുയർത്തി കൂർത്ത ദംഷ്ട്രകൾ അയാളുടെ കഴുത്തിലിറക്കി ചുടുചോര ആർത്തിയോടെ വലിച്ചു കുടിച്ച് രണ്ടായി വലിച്ചു കീറി മാംസവും ഭക്ഷിച്ച് എല്ലും നഖവും മുടിയും കരിമ്പനയുടെ ചുവട്ടിലേക്ക് അവൾ പകയോടെ വലിച്ചെറിയുന്നു. ഒമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാക്കന്നൂർ ദേശത്തെ സമ്പന്നയായ ദേവദാസി കാർവേണിയുടെ മകളായി ജനിക്കുന്ന അതിസുന്ദരിയായ അല്ലിയെ സ്വന്തമാക്കുവാൻ ആ ദേശത്തെ എല്ലാ യുവാക്കളും മത്സരിക്കുന്നുണ്ടെങ്കിലും ദിവസവും ക്ഷേത്ര ദർശനത്തിന് പോയിരുന്ന അല്ലിയുടെ മനസ്സ് കീഴടക്കുന്നത് ക്ഷേത്രപൂജാരിയായ നമ്പി എന്ന ചെറുപ്പക്കാരനാണ്. അളവറ്റ സമ്പത്തിനുടമയായ അല്ലിയെ വിവാഹം കഴിക്കുന്നതോടെ നമ്പിയുടെ സ്വഭാവം മാറുകയും അയാൾ നാട്ടിലെ മറ്റ് സ്ത്രീകളുമായും ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു. മരുമകന്റെ ദുർനടപ്പിലും ദൂർത്തിലും മനംനൊന്ത് കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കുമ്പോൾ ഗർഭിണിയായ അല്ലിയും അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങുന്നു. കള്ളിയങ്കാട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ യാത്ര നിർത്തി ക്ഷീണിതയായി ഭർത്താവിന്റെ മടിയിൽ തലവെച്ചുറങ്ങുന്ന അല്ലിയെ ദുഷ്ടനായ നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊല്ലുകയും അവളുടെ ആഭരണങ്ങളുമായി കടക്കുകയും ചെയ്യുന്നു. അല്ലിയെ തിരക്കിയിറങ്ങുന്ന സഹോദരൻ അമ്പി മരിച്ചു കിടക്കുന്ന സഹോദരിയെ കണ്ട് സങ്കടം സഹിക്കാനാവാതെ തലതല്ലി മരിക്കുന്നു. അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്ന ഭർത്താവ് നമ്പി സർപ്പദർശനമേറ്റ് മരിക്കുകയും വർഷങ്ങൾക്ക് ശേഷം അല്ലിയും അമ്പിയും നീലനും നീലിയും എന്ന പേരിൽ ചോളരാജാവിന്റെ മക്കളായി പുനർജനിക്കുകയും ചെയ്യുന്നു. ഈ നീലിയാണ് പിന്നീട് കള്ളിയങ്കാട്ട് നീലി എന്ന മലയാളക്കരയിലെ ഏറ്റവും ഭയാനകയായ യക്ഷിയായി മാറുന്നതും. കുട്ടികളുടെ ജനനത്തോടെ രാജ്യത്തുടനീളം ദുർമരണങ്ങൾ വ്യാപകമാകുകയും ഇതിനു പിന്നിൽ നീലിയും നീലനുമാണെന്ന് മനസ്സിലാക്കുന്ന രാജാവ് കുട്ടികളെ നാഗർകോവിലിനടുത്തുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ പൈശാചിക ശക്തിയിൽ വനത്തിൽ നിന്നും പുറത്തു കിടക്കുന്ന നീലിയും നീലനും സമീപത്തുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ അല്ലി കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് വാസമുറപ്പിക്കുകയും അവിടം അവരുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. കള്ളിമുൾച്ചെടികളും പനമരങ്ങളും നിറഞ്ഞ കള്ളിയങ്കാട് നീലിയുടെയും നീലന്റെയും വരവോടെ ദുർമരണങ്ങളുടെ ഇടമായി മാറുന്നു. നീലിയെ ഭയന്ന് പകൽ പോലും ആളുകൾ അവിടേക്ക് വരാൻ മടിക്കുകയും ആ സ്ഥലത്തെക്കുറിച്ച് അറിയാതെ വരുന്നവർ നേരം പുലരുമ്പോൾ പനയുടെ ചുവട്ടിൽ എല്ലും തോലും മാത്രമായി
അവശേഷിക്കുവാനും തുടങ്ങുന്നു. തുടർന്ന് നീലിയുടെ ഉപദ്രവം സഹിക്കാതെ ഗ്രാമീണർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്ന മാന്ത്രികനെ വരുത്തുകയും തന്റെ മന്ത്രശക്തി കൊണ്ട് അദ്ദേഹത്തിന് നീലനെ ആവാഹിച്ച് തളയ്ക്കാനാകുന്നെങ്കിലും അതീവ ശക്തിശാലിയായ നീലിയെ തളയ്ക്കുവാൻ കഴിയുന്നില്ല. തുടർന്ന് പ്രതികാരദാഹിയായി മാറുന്ന നീലി മാന്ത്രികനെയും കൊലപ്പെടുത്തുന്നു. ഇതോടെ നീലിയെ ഭയന്ന് ഗ്രാമവാസികൾ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാതാവുന്നു. പാമ്പുകടിയേറ്റ് മരിച്ച അല്ലിയുടെ ഭർത്താവ് നമ്പിയുടെ പുനർജന്മമായ കുമാരൻ എന്ന ആനന്ദൻ വിധി നിയോഗം പോലെ കളിയങ്കാട് വഴിയെത്തുകയും മുൻജന്മത്തിൽ തന്നെ ചതിച്ചുകൊന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണതെന്ന് തിരിച്ചറിയുന്ന നീലി അയാളെ വശീകരിച്ച് പനയുടെ ചുവട്ടിലെത്തിക്കുകയും ചെയ്യുന്നു. ശൃംഗാരഭാവത്തിൽ ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് ചോദിക്കുന്ന ആ സുന്ദരിക്കായി ചെല്ലം തുറന്നു തിരിയുന്ന കുമാരൻ ഞെട്ടിത്തരിക്കുന്നു. സുന്ദരിയായ സ്ത്രീരൂപം പെട്ടെന്ന് ആകാശം മുട്ട വളർന്ന് രക്തമീറ്റുന്ന ദംഷ്ട്രകളും രക്തനിറമായി നിലത്തോളം മുട്ടുന്ന നാക്കും ഗുഹ പോലെയുള്ള വായും തീപ്പൊരു ചിതറുന്ന വട്ടക്കണ്ണുകളുമായി കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയായി മാറുന്നു. പന പോലെയുള്ള യക്ഷിയുടെ കൈകൾ കൊണ്ട് കുമാരനെ എടുത്തുയർത്തി കൂർത്ത ദംഷ്ട്രകൾ അയാളുടെ കഴുത്തിലിറക്കി ചുടുചോര ആർത്തിയോടെ വലിച്ചു കുടിച്ച് രണ്ടായി വലിച്ചു കീറി മാംസവും ഭക്ഷിച്ച് എല്ലും നഖവും മുടിയും കരിമ്പനയുടെ ചുവട്ടിലേക്ക് അവൾ പകയോടെ വലിച്ചെറിയുന്നു. പ്രതികാരദാഹിയായ നീലിയുടെ കഥ ഇവിടെ തീരുന്നില്ല. രക്തദാഹിയായ നീലിയെ തേടി മലയാളക്കരയുടെ മഹാമാന്ത്രികനായ കടമറ്റത്തുകത്തനാർ എത്തുന്നു. കടമറ്റത്തുകത്തനാരെ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നിങ്ങളും ഒപ്പമുണ്ടാവണം.